നമസ്കാരം, TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തിരൂരങ്ങാടി ജില്ലാ അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചിരുന്ന NJ മത്തായി മാസ്റ്ററുടെ നാമധേയത്തിലാണ് ആസ്ഥാന മന്ദിരം പ്രവർത്തിക്കുക. താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്കാണ് ടാങ്കുകൾ വിതരണം ചെയ്തത്. 500 ലിറ്റർ PVC കുടിവെള്ള ടാങ്കുകളാണ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെമ്മർവട്ടം പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാർ കോപ്പ യൂറോ കപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. നറുക്കെടുപ്പിലൂടെ 6 പേരെയാണ് തെരഞ്ഞെടുത്തത്. ഫുട്ബോൾ താരം മുഹമ്മദ് ഇർഷാദ് സമ്മാന വിതരണം നിർവഹിച്ചു. ഇന്ധനവില വർധനവ്, വാക്സിൻ വിതരണത്തിലെ അപാകത തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി യൂത്ത് ലീഗ് നിൽപ്പ് സമരം നടത്തി. പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ നടന്ന നിൽപ്പ് സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പോലീസ് വലവീശി. തിരൂരിൽ മോഷണ ശ്രമത്തിനിടെ പ്രതി പിടിയിൽ. 18ഓളം മോഷണക്കേസിലെ പ്രതിയായ കൂട്ടായി സ്വദേശി കാക്കച്ചിന്റെ പുറക്കൽ സഫ്വാനെയാണ് തിരൂർ SI ജലീൽ കറുത്തേടത്തും സംഘവും പിടികൂടിയത്. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അവധി ജൂലൈ 21 ബുധനാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവിറക്കി. കലണ്ടർ പ്രകാരം നാളെയായിരുന്നു അവധി. നാളെ പ്രവൃത്തി ദിനമായിരിക്കുമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ ജൂലൈ 21 ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകനെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു. കേസെടുത്ത് 10 ദിവസം കഴിഞ്ഞിട്ടും അധ്യാപകനായ അസിസ്റ്റന്റ് പ്രൊഫസർ ഹാരിസ് കോടമ്പഴയെ തെഞ്ഞിപ്പലം പോലീസിന് പിടികൂടാനായിട്ടില്ല. പ്രതി ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ICT അക്കാദമി അംഗത്വം. ICTയുടെ പ്രീമിയം അംഗത്വമാണ് ലഭിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റ അനാലിസിസ് അടക്കമുള്ള മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം ലഭിക്കാൻ അംഗത്വം ഉപകരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ മൊബൈൽ ഫോൺ ചലഞ്ചിൽ പങ്കാളികളായി വിദ്യാർത്ഥികളും. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T നിയാസിന്റെ സ്മാർട്ട് ഫോൺ ലൈബ്രറി ചലഞ്ചിലേക്കാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹാന, റഹിയാൻ എന്നീ വിദ്യാർത്ഥികൾ സ്മാർട്ട് ഫോൺ നൽകി മാതൃകയായത്. സ്കൂൾ പരിസരം ശുചീകരിച്ച യുവ കൂട്ടായ്മ. യുവ കേപ്പുരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കേപ്പുരം GLP സ്കൂളും പരിസരവും ശുചീകരിച്ചു. ക്ലബ് അംഗങ്ങളായ 20ഓളം യുവാക്കൾ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.